ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു അഡിക്ഷനാണ്. ബിസിനസ് ഇറ്റ് സെൽഫ് ഈസ് ആൻ അഡിക്ഷൻ. നമുക്കങ്ങ് ഹരമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ മാസവും സെയിൽസ് കൂട്ടാൻ നോക്കും, വരുമാനം കൂട്ടാൻ നോക്കും, എത്ര യൂണിറ്റ് സെല്ല് ചെയ്തെന്ന് നോക്കും, പുതിയ പുതിയ ബ്രാഞ്ചുകൾ ഇടാൻ നോക്കും. നമ്മൾ ബിസിനസ്സിനെ വലുതാക്കി കൊണ്ടുപോകാൻ, അങ്ങനെ ആ അഡിക്ഷനിലേക്ക് നമ്മളുടെ ബ്രെയിൻ്റെ അകത്ത് മുഴുവൻ എപ്പോഴും എന്ത് മാത്രമേ കാണൂ? ബിസിനസ് സ്കെയിലിംഗ്, ബിസിനസ്സിനെ വളർത്തുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമായിരിക്കും നമ്മുടെ തലയ്ക്കകത്ത്. ബട്ട് ഇന്ന് ഈ നിമിഷം മുതൽ നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് ഒരു ചെറിയ സ്ഥാനം എന്തിനു കൊടുക്കണം? ഇൻവെസ്റ്റ്മെൻറ്റ്. ഇന്ന് മുതൽ ചെറിയൊരു സ്പേസ് എന്തിനു കൊടുക്കണം? അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കാനും ആ അസറ്റുകൾ എങ്ങനെ വാങ്ങിക്കണം എന്ന് ചിന്തിക്കാനും എല്ലാ ദിവസവും ഇത്തിരി സ്പേസ് ഇതിൻ്റെ അകത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ അഡിക്ഷൻ്റെ പിന്നാലെ പോവുകയും ചെയ്യും. നമുക്ക് ഈ കോളം എപ്പോഴും 0 ആയി പോവുകയും ചെയ്യും. നിങ്ങൾ 90% ബിസിനസ് ഫോക്കസ് ചെയ്തു, പക്ഷെ ഒരു 10% എങ്കിലും ഇതിൽ ഫോക്കസ് ചെയ്യും. അങ്ങനെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് റിയൽ ഗെയിം എന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഈ ഹരം അപ്പുറത്തോട്ടങ്ങ് മാറും. മനസ്സിലാവുന്നോ? ബിസിനസ്സിൽ നിന്ന് ഹരം എന്തിലോട്ട് മാറും? ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് മാറും. അപ്പോൾ നമ്മളുടെ ബ്രെയിൻ്റെ അകത്ത് 20%, 30%, അപ്പോൾ ഇവിടെ കുറഞ്ഞു വരും. അങ്ങനെ ഇതൊരു 60%, ഇതൊരു 40% ആക്കി നമുക്ക് ഒരു കൊല്ലത്തിനുള്ളിൽ മാറ്റാൻ പറ്റണം. ഇല്ലെങ്കിൽ ഇത് മാത്രമായിരിക്കും നമ്മുടെ തലയ്ക്കകത്ത്. ഇതല്ല റിയൽ ഗെയിം. റിയൽ ഗെയിം ഈസ്, സോ മൈ ടീം, you must separate your business finance and personal finance from now. ഇന്നു മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് 2 ഫിനാൻസ് ഉണ്ടായിരിക്കണം. ഒന്ന് ബിസിനസ് ഫിനാൻസ്, 2 പേഴ്സണൽ ഫിനാൻസ്. ഇതിനെ രണ്ടും രണ്ടായി തന്നെ ട്രീറ്റ് ചെയ്യുകയും വേണം. ഇതിൽ എത്ര കാശ് നിങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ അകത്ത് യാതൊരു പ്രസക്തിയില്ല. ഇത് 0 ആണ് എങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് കോളം 0 ആണ് എങ്കിൽ, ഈ പറഞ്ഞ ബിസിനസ്സിൻ്റെ അകത്ത് എത്ര ലാഭം നിങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താ? ഈ പ്രപഞ്ചത്തിലെ എന്തൊരു സാധനത്തിനും എന്തുണ്ട്? ഒരു തുടക്കം, ഒരു കയറ്റം, ഒരു മെച്യൂരിറ്റി സ്റ്റേജ്, ഒരു ഡിക്ലൈൻ സ്റ്റേജ്. എങ്ങനെ? ഒരു ബിഗിനിങ് ഉണ്ട്, ഒരു ഗ്രോയിങ് സ്റ്റേജ് ഉണ്ട്, ഒരു മെച്യൂരിറ്റി സ്റ്റേജ് ഉണ്ട്, ഒരു ഡിക്ലൈൻ സ്റ്റേജ് ഉണ്ട്. ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്ന ഒരു പീരീഡ് ഇതാണ്. ഈ സമയത്ത് പേഴ്സണൽ ഫിനാൻസ് ഉണ്ടാക്കിയില്ലെങ്കിൽ നീ തീർന്നു. ഈ സമയത്ത് ഇത് ചിലപ്പോൾ 1 വർഷമായിരിക്കും, ചിലപ്പോൾ 2 വർഷമായിരിക്കും, ചിലപ്പോൾ 6 മാസമായിരിക്കും, ചിലപ്പോൾ 5 വർഷമായിരിക്കും, നമുക്കറിയില്ല. എൻ്റെ ചോദ്യം, അന്ന് ഈ കിട്ടിയിരുന്ന സമയത്ത് പേഴ്സണൽ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കളിച്ച് കളഞ്ഞില്ലേ കുറേ, അല്ലേ? അന്ന് കൊണ്ട് കളഞ്ഞ പൈസ വീണ്ടും ഉണ്ടാക്കാനുള്ള പെടാപ്പാടിലായിപ്പോ. സോ എന്തിനും ഈ ഒരു സ്റ്റേജ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ബിസിനസ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഗുഡ് ഫോർ എവർ. എക്കാലവും ബിസിനസ് അങ്ങ് നന്നായിരിക്കുമെന്ന് തെറ്റിദ്ധരിക്കല്ലേ. നോ നോ നോ. നിങ്ങൾ എന്ത് ചെയ്താലും, ഏത് ബിസിനസ്സിലാണെങ്കിലും നിങ്ങളുടെ ബിസിനസ് ഈ സൈക്കിളിൽ പെട്ടിരിക്കും. സോ ഇത് ഇവിടെ എത്തിക്കഴിയുന്നതിന് മുന്നേ, ഇവിടെ എത്തുമ്പോൾ ഉള്ള കുഴപ്പം എന്താ? ഈ ഉണ്ടാക്കിയതല്ല ഇവിടെ കൊണ്ട് കളയും. അതേസമയം മറ്റേ ഹാബിറ്റ് ഉണ്ടെങ്കിലോ എല്ലാ മാസവും ഒരു എമൗണ്ട് പേഴ്സണൽ ഫിനാൻസിലോട്ട് മാറ്റിക്കൊണ്ടേയിരിക്കും നമ്മൾ. ഐഡൻറ്റിറ്റി മാറുന്നുണ്ടോ? ചിന്തകൾ മാറുന്നോ? ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത, 12 വർഷം നമ്മൾ ഉണ്ടാക്കാത്ത പൈസ ചിലപ്പോൾ 12 ആഴ്ച കൊണ്ട് നമുക്ക് കിട്ടിയെന്നിരിക്കും. ആ സമയത്ത് ബിസിനസ്സിൽ കാശുണ്ടാകുന്ന സമയത്ത് അത് കൃത്യമായി വിനിയോഗിക്കാൻ പഠിച്ചില്ലെങ്കിൽ നമുക്കറിയില്ല ഇതെത്ര നാള് എന്ന്.
എത്ര നാൾ അത് കിട്ടും? എത്ര നാൾ ആ പ്രോഫിറ്റിൽ ഈ ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി സ്റ്റേജിൽ നമ്മുടെ ബിസിനസ് നിൽക്കും എന്ന് നമുക്കറിയില്ല. അപ്പോഴത്തേക്കിന് ഇവിടെ വെച്ചാണ് ഈ വണ്ടി എടുക്കാൻ തോന്നിയത്. അത് കഴിഞ്ഞ് EMI അടച്ചു തുടങ്ങുമ്പോൾ ബിസിനസ് ഇവിടെ എത്തി. പെട്ടല്ലോ അല്ലേ? ഇവിടെ വെച്ചാ വീടത്ര പോരാ, വണ്ടിക്ക് വലിപ്പം പോരാ, ഓഫീസ് പോരാ, ഷോറൂമേ ഇത്തിരിയൂടെ ഒന്ന് നന്നാക്കണം. സോ ഈ പീരീഡ് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ഒരു ലക്കായിരിക്കാം, ചിലപ്പോൾ ഒരു ട്രെൻഡ് ആയിരിക്കാം, നമുക്കറിയില്ല. വാട്ട് എവർ ഇറ്റ് മേ ബി, ആ പീരീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആ പീരീഡിൽ നമ്മളുടെ പേഴ്സണൽ ഫിനാൻസ് ബിൽഡ് ചെയ്യാൻ പറ്റണം. എത്ര ബിസിനസ്സുകാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ രീതിയിൽ ബിസിനസ് ഒന്ന് കയറുന്ന സമയത്ത് ഇവർ ആർഭാടം കാണിക്കാൻ പോയിട്ട് ഉള്ളതെല്ലാം കൊണ്ട് കളയുന്നത്? ബിസിനസ് ഈസ് ആൻ അഡിക്ഷൻ. നമ്മളുടെ എൻഡ് ഗോൾ എന്നുള്ളത് പേഴ്സണൽ ഫിനാൻസ് ആണ് എന്നുള്ളത് നമ്മളങ്ങ് മറന്നുപോകും. കാരണം ഈ ബിസിനസ് ആകുന്ന അഡിക്ഷൻ്റെ അകത്ത് പെട്ട് കഴിയുമ്പോൾ റിയൽ പർപ്പസ് നമ്മൾ മറക്കും.